ഗൾഫിലെ ഹോട്ടൽ ഉടമ നിരവധി ഹോട്ടലുകളുള്ള സൂരജ് ലാമ തിരോധാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായി ചില ചർച്ചകൾ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ വേണമെന്നിപ്പോൾ ആവശ്യപ്പെടുകയാണ് ഹൈക്കോടതി. തിരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് വിവരങ്ങൾ തരാതെ ഇരിക്കാൻ കഴിയില്ല. ഡീപ്പോർട്ട് ചെയ്ത ഒരാളെ എമിഗ്രേഷനിലൂടെ ഒരു പരിശോധനയുമില്ലാതെ വിട്ടത് അത്ഭുതകരമാണ് എന്ന് കൊടുത്തി ഗൗരവതരമായ പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. എസ് രാഗിനാണ് വിവരങ്ങളുമായി. രാഗിൻ, അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് കടത്തപ്പെട്ടയാൾ അദ്ദേഹത്തിൻ്റേത് എന്ന് കരുതപ്പെടുന്ന മൃതദേഹം 1 മാസത്തിന് ശേഷം മകന്റെ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ എത്രത്തോളം ഗൗരവതരം, എത്രത്തോളം പ്രധാനവുമാകുന്നു? സൂരജ് ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ മകൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ രൂക്ഷ വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനും അതോടൊപ്പം തന്നെയുള്ള മറ്റ് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനെതിരെ കോടതി നടത്തിയിരുന്നു. ഇതിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വേണം, തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ വിവരങ്ങൾ നൽകാതിരിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ്. ആശുപത്രിയിൽ നിന്ന് പോയത് ആണ് തിരോധാനത്തിന് കാരണമെന്നൊരു നിലപാടിലേക്കാണ് കോടതി എത്തുന്നത്. അതിന് കാരണം നേരത്തെ ആശുപത്രിയിലാക്കിയെന്നും പിന്നീട് അവിടുന്ന് പോയെന്നുമുള്ള ചില വിവരങ്ങളടക്കം പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ആരാണ് ഈ ലാമയെ ആ ഘട്ടത്തിൽ എത്തിയപ്പോൾ പരിശോധിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത്. എങ്ങനെയാണ് ജീവനോടെ കുവൈറ്റിൽ നിന്ന് അയച്ച ഒരാൾ മരിച്ചുപോയി എന്ന് അവരുടെ കുടുംബത്തെ അറിയിക്കുക എന്ന ചോദ്യം ആണ് കോടതി ചോദിച്ചത്. ഇപ്പോഴും കോടതി വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ലാമയുടെ മൃതദേഹമാണ് എന്ന്. പക്ഷേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് കൊലയ്ക്ക് കൊടുത്തതിന് തുല്യമാകും എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. കുവൈറ്റിൽ നിന്ന് ജീവനോടെ ഒരാളെ കേരളത്തിൽ എത്തിക്കുന്നു, നമ്മൾ എന്താണ് ചെയ്തത് എന്ന കാര്യം കോടതി ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആശുപത്രിയിലേക്ക് ഇയാൾ എത്തിയത്? ഇയാളെ കാണാനില്ല എന്ന് മകൻ അക്കാര്യത്തിൽ പരാതി നൽകുന്നു, കൊച്ചിയിലാകെ തിരയുന്നു. അങ്ങനെയാണല്ലോ ഇങ്ങനെ ഒരു തിരോധാനം വലിയ ചർച്ചയായത്. ഈ ആശുപത്രിയും ഇതുമായുള്ള കണക്ഷൻ എങ്ങനെയാണ്? അതായത് സൂരജ് ലാമയെ നേരത്തെ പോലീസ് ആശുപത്രിയിൽ ആക്കിയെന്നും അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് മിസ്സായതാണ് എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതി ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ വേണം, അവിടെ എത്തിയത് ലാമയാണോ, അല്ലെങ്കിൽ ലാമയുടെ എത്തിച്ച ഘട്ടത്തിൽ അവിടെ ആരാണ് പരിശോധിച്ചത്, എങ്ങനെയാണ് പിന്നീട് അവിടെ നിന്ന് പോകുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്ന ഘട്ടത്തിലാണ് പോലീസ് എത്തിച്ചതായി പറയപ്പെടുന്നത്. അപ്പോൾ അത്തരം ചില വിവരങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ എടുത്ത് പരിശോധിക്കപ്പെടുന്നത്. അതോടൊപ്പം ഡിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രോട്ടോകോൾ ഉണ്ടോ, ഇവിടെ എത്തുന്ന ഘട്ടത്തിലുള്ള പ്രോട്ടോകോൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനവും നിലപാട് വ്യക്തമാക്കണമെന്ന കാര്യവും കൂടി കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ കീനായി തന്നെ കോടതി ഇത് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും കോടതി പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ മൃതദേഹം കിട്ടിയ ഘട്ടത്തിൽ DNA പരിശോധന ഉൾപ്പെടെയുള്ളത് നടത്തി ശാസ്ത്രീയ പരിശോധനയിലേക്ക് പോലീസ് പോവുകയും ചെയ്യുകയാണ്.